ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടും അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ കോംപ്ലക്സിൽ വന്നിട്ട് 4 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ഖലീഫ കോംപ്ലക്സിലോട്ട് മാറുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇനിയും പ്രാണിൻ്റെ 12th ഒക്കെ കഴിയുന്നത് വരെയും നമ്മളിവിടെ തന്നെ ആയിരിക്കും, പെട്ടെന്ന് മാറേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വരില്ല എന്നൊക്കെ കരുതിയിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ലല്ലോ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ പ്ലാനിങ് ഒക്കെ പൊട്ടി. ഇപ്പം ഞങ്ങളൊരു 3-4 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കോംപ്ലക്സിൽ നിന്ന് മാറുകയാണ്. ഒരുപാട് ദൂരേക്കൊന്നുമല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ എന്നാൽ ഈ കോംപ്ലക്സിൽ നിന്ന് നമ്മൾ മാറുകയാണ്. നമ്മൾ ഇഷ്ടത്തോടല്ല മാറുന്നത്, പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കാരണമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് മാറാനുള്ളൊരു പ്ലാൻ ഇങ്ങനെ വന്നത്. സോ എന്താ പറയുക, ഈ കോംപ്ലക്സിൽ വന്നതിന് ശേഷം എനിക്കും പ്രാണിനും റിയയ്ക്കും ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിലും, ഞാൻ ഈ കോംപ്ലക്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കുറേ കൂടി നല്ല നല്ല കോണ്ടാക്ട്സ് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് പല നാഷണാലിറ്റീസിലുള്ളവരായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് നോർത്ത് ഇന്ത്യൻസ്, തമിഴ് ആൾക്കാർ, നമ്മുടെ സ്വന്തം മലയാളികൾ, അറബ്സ്. നല്ല ഒരു എന്താ പറയുക, ഒരു എല്ലാവരുമായിട്ടും നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല 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 എക്സ്പീരിയൻസസ്, ലൈക്ക് പാർട്ടീസ്, ഗെറ്റ് ടുഗെദർ. നമ്മൾ വീക്കെൻഡൊക്കെ ആകുമ്പം വെറുതെ വീട്ടിൽ ഇരിക്കാതെ നമ്മൾ താഴെ പോവും. കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും, ഞങ്ങൾ അമ്മമാരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് നല്ലൊരു ചില്ലിങ്ങും കാര്യങ്ങളായിട്ട് നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പ്രാണ്. എനിക്ക് തോന്നുന്നു പ്രാൺ പൊതുവെ കുറച്ചൊരു സൈലൻറ്റ് ടൈപ്പായിരുന്നു. അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരു ടൈപ്പിലായിരുന്നു. സ്കൂളിൽ പോയി എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുന്നല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളുമായിട്ട് അങ്ങനെ വലിയ ഒരു ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ കുറച്ചൊരു സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഈ കോംപ്ലക്സിൽ വന്നതിന് ശേഷം ഇവിടുത്തെ എനിക്ക് തോന്നുന്നു സ്കൂളിലെ ഫ്രണ്ട്സിനെക്കാട്ടിലും കൂടുതൽ കോണ്ടാക്റ്റ് ഈ കോംപ്ലക്സിൽ വന്ന് ഇവിടുത്തെ പിള്ളേരുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പ്രാണിന്. ഇപ്പം വലുതായതിനു ശേഷവും ഇവരൊക്കെ പ്ലാൻ ചെയ്ത് പുറത്ത് പോകാറുണ്ട്, പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട്, കളിക്കാൻ പോവാറുണ്ട്. ഇപ്പം ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് പുറത്ത് പോയി അങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു മൊത്തത്തിൽ പ്രാണിൻ്റെ സ്വഭാവമൊക്കെ മാറി. ഇപ്പം ആണെങ്കിലും നമ്മളെ പുറത്തെവിടെയെങ്കിലും പോവാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും തിരിച്ച് മറുപടി നല്ല സ്റ്റേണായിട്ട് നിന്ന് പറയാനൊക്കെ പറ്റുന്നുണ്ട്. സോ അതാണ് പ്രാണിൻ്റെ ചേഞ്ചസ്. പിന്നെ റിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, റിയയ്ക്കാണ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഈ കോംപ്ലക്സിൽ വന്നതിന് ശേഷം ഉണ്ടായത്. അന്ന് അവൾ കുഞ്ഞു കുട്ടിയായിരുന്നു. സ്കൂളിൽ എനിക്കൊന്നും അവളുടെ സ്കൂളിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ കോംപ്ലക്സിൽ വന്നതിന് ശേഷമാണ്. ഫസ്റ്റ് സ്കൂളിങ് ഇവിടുന്നാണ് അവൾ പോയി തുടങ്ങിയത്. പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ ഇവിടുന്നോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്തൊക്കെ കൊറോണയും ഒക്കെ ആയിരുന്നു. സോ വർക്ക് ഫ്രം ഹോം, പിന്നെ സ്കൂളൊക്കെ ഓൺലൈൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. സോ അവൾ പ്ലേ സ്കൂളിലോ നഴ്സറിയിലോ അങ്ങനെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ KG1 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ നാട്ടിലത്തെ ഓൺലൈൻ ക്ലാസ്സിലാണ് അവൾ ജോയിൻ ചെയ്തത്. പിന്നെ KG2 തൊട്ടിട്ടാണ് അവൾ സ്കൂളിൽ പോയി തുടങ്ങിയത്. സോ അവൾക്ക് ലൈക്ക് ലാംഗ്വേജ് കിട്ടുന്നത് ഈ കോംപ്ലക്സിൽ വന്ന് ഇവിടുത്തെ പിള്ളേരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അല്ലാണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ ഈവനിങ് ആകുമ്പം കളിക്കാൻ പോവും. അപ്പം നോർമലി ഇവിടുത്തെ കുട്ടികളൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇപ്പം മലയാളി കുട്ടികളാണെങ്കിൽ പോലും ഇംഗ്ലീഷിലെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുള്ളൂ. സോ അങ്ങനെ താഴെ പോയി പിള്ളേരുമായിട്ടൊക്കെ കൂട്ടുകൂടി അങ്ങനെ അവൾ തന്നെ പഠിച്ചെടുത്തതാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു കഴിവ് അവൾക്ക് കിട്ടിയത്. ഇപ്പോഴാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ മീൻസ് നമ്മുടെ കൂടെ എവിടെയെങ്കിലും പോകുക, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും അവൾക്ക് തിരിച്ച് നല്ല രീതിയിൽ ആ ഒരു ലാംഗ്വേജ് അവൾക്കുണ്ട്. സോ ആ ഒരു കാര്യത്തിലൊക്കെ നല്ലൊരു മാറ്റം തന്നെയായിരുന്നു. സോ അവൾക്ക് നഴ്സറി പോയിട്ട് പഠിക്കേണ്ട അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. എല്ലാം ഈ കോംപ്ലക്സിൽ വന്ന് ഈ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് അവൾക്ക് ലാംഗ്വേജും ഓരോ കാര്യങ്ങളും ഒക്കെ അവൾക്ക് തന്നെ അങ്ങനെ കിട്ടിയത്. സോ അതൊക്കെ ഒരു നല്ല നല്ല എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പോവുക എന്ന് പറയുമ്പം എല്ലാവർക്കും മൊത്തത്തിൽ നല്ല വിഷമമുണ്ട്.
പക്ഷെ നമ്മളുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് മാറുന്നത്. പക്ഷെ എന്നാലും വീക്കെൻഡൊക്കെ ആകുമ്പോൾ നടന്ന് ഇവിടുന്ന് വരാവുന്നേ ഉള്ളൂ. പക്ഷെ ഇച്ചിരി ഒരു റോഡൊക്കെ ക്രോസ് ചെയ്ത് വരണം ഇങ്ങോട്ട് വരണമെങ്കിൽ. സോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നതുകൊണ്ട് നമ്മളെ കുറച്ച് ലേഡീസ് എല്ലാവരും കൂടി താഴെ കൂടാം എന്ന് വിചാരിച്ചു. ജസ്റ്റ് എല്ലാവരും കൂടി വരിക, സംസാരിക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അത്രേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നുമില്ല. കാരണം ഇത് വീക്കെൻഡും കൂടിയല്ല, വീക്ക് ഡേ ആണ്. സോ എല്ലാവരും ജോലിക്കൊക്കെ പോവും. അപ്പോൾ എല്ലാവരും എത്ര മണിക്ക് വരും ഒന്നും അറിയത്തില്ല. പിന്നെ നാളെ വർക്കിംഗ് ഡേ ആണ്. സോ നമ്മൾ അധികം നേരം ഒന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്യത്തില്ല. പിന്നെ ആരൊക്കെ വരുമെന്നും അറിയത്തില്ല. നമ്മൾ ഗ്രൂപ്പിലാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോവാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു. ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നപ്പോൾ നമ്മളെ ലേഡീസ് കുറച്ച് പേര്, ആരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, എത്ര പേര് വരുമെന്നും അറിയത്തില്ല. സോ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓക്കെ, ഇപ്പം ഞാൻ അവിടെ താഴെ എത്തിയിട്ട് ഇതുപോലെ ഇൻട്രോ എടുക്കുകയെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം വേറെ കുട്ടികളുടെ ഒച്ചയും ബഹളവും കാരണം കറക്റ്റായിട്ടുള്ള വോയിസ് കിട്ടത്തില്ല. സോ ഐ തോട്ട് ഓക്കെ. പിന്നെ അത് മാത്രമല്ല ടൈമും കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഇൻട്രോ എടുത്തിട്ട് താഴെ ചെന്നിട്ട് ബാക്കിയുള്ളവരായിട്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇതൊട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇതെനിക്ക് എടുത്തു വെക്കണമെന്ന് തോന്നി. കാരണം കുറേ കഴിയുമ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഒരു രസം. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ പെട്ടെന്ന് എടുക്കാം എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇനിയും ഒരുങ്ങിക്കഴിഞ്ഞ് താഴെ ചെന്നിട്ട് നമുക്ക് നോക്കാം ആരൊക്കെ വരും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നോക്കാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് ചെല്ലാം. ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ ഇല്ല ആരൊക്കെ വരുന്നുണ്ട്, ഒന്നും അറിയത്തില്ല. എനിക്ക് ഈ കോംപ്ലക്സിലെ എല്ലാ ലേഡീസിനെയും അറിയാം. പക്ഷെ അതിൽ കുറച്ച് പേരെയാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതിൽ നിന്ന് 2-3 പേരാണ് കുറെ കൂടി എനിക്ക് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് നോക്കാം ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് നിത്യ, വൃന്ദാദി, സ്മിത, രമ്യ, സൗമ്യ, മറിയ ആൻഡ് നേഹ. സോ നിത്യ, ഞങ്ങൾ ഇവിടുന്ന് പോവാം. എന്ത് തോന്നുന്നു ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു? ബെസ്റ്റ് ഫ്രണ്ട്സ് പോകുമ്പോൾ സങ്കടം. എന്നാലും ഇത്തിരി അടുത്തല്ലേ? അടുത്താണ്. ഇടയ്ക്ക് വരും, ഇൻഷാല്ലാ ഇടയ്ക്ക് വരും. ഞങ്ങൾ അവിടെ തീർച്ചയായിട്ടും വരണം. ഓക്കെ, അപ്പം നിത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിത്യയുടെ മോള് വഴിയാണ് നിത്യേനെ പരിചയമായത്. ഫസ്റ്റ് അല്ലേ? പ്രാണിന്റെ ഫസ്റ്റ് ഫ്രണ്ടായിരുന്നു നിത്യയുടെ മോള്. ഇപ്പോഴും അതെന്നെ തന്നെ. അങ്ങനെയാണ് നിത്യയായിട്ട് പരിചയമായത്. പിന്നെ നാട്ടിൽ വെച്ച് നമ്മളൊരു പ്രാവശ്യം കണ്ട്. അതെ, ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് അന്നേരം കണ്ടു. പിന്നെ ഇവിടുത്തെ പാർട്ടീസിനിടയ്ക്കൊക്കെ കാണാറുണ്ട്. അങ്ങനെ നല്ലൊരു വൈബാണ് നിത്യയായിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാണണം. സോ ഇത് രമ്യ ഈ കോംപ്ലക്സിലെ ഒരു ഡാൻസറാണ്. ഓക്കെ, കൊറിയോഗ്രാഫ് ചെയ്യുന്നതാണ്. പാർട്ടീസൊക്കെ വരുമ്പം രമ്യയാണ് എല്ലാവരെയും കൊറിയോഗ്രാഫ് ചെയ്ത് വിടുന്നത്. അതെ, ഓക്കെ. സോ രമ്യ, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് എന്താണ് തോന്നുന്നത് ഈ നിമിഷം? എനിക്ക് നല്ല ദുഃഖമുണ്ട്. എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന്. ചിരിച്ചോണ്ട് പറയുന്നത് ദുഃഖമാണെന്ന്. ഞാൻ സീരിയസ് സിറ്റുവേഷനിൽ ചിരിക്കൂടാ, സോറി. പ്രശ്നമാണ്. പിന്നെ എനിക്ക് അറിയില്ലടാ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്തത്. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്ന കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു. 2-3 പേര് ഒഴിച്ച് ബാക്കി ആർക്കും. വെരി സഡൻ ആക്ച്വലി. അത് നമുക്ക് ആ ഫീലിംഗ് ഇൻകോർപ്പറേറ്റ് ദാറ്റ് ഫീലിംഗ്. എനിക്ക് ഇപ്പോഴും അത് നീ ഒന്ന് പറഞ്ഞില്ല പോവാൻ. വാട്ട് ഹാപ്പൻ, ലൈക്ക് പെട്ടെന്ന് എന്താ ഈ ഡിസിഷൻ? അങ്ങനെയൊക്കെ ഇപ്പോഴും ആ ചോദ്യങ്ങൾ എനിക്കുണ്ട്. ലൈക്ക് വാട്ട് ഹാപ്പൻ? സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ബിലീവ് ദാറ്റ് യു ആർ ഗോയിങ്. ബട്ട് ഐ നോ ഇറ്റ് മേ ബി ഇറ്റ്സ് ഫോർ യുവർ ബെസ്റ്റ്. ദൂരത്തുനിന്നല്ല, അടുത്താണ്. അപ്പൊ ഇടയ്ക്ക് ഞാൻ വരണം. അല്ലെങ്കിൽ ഞങ്ങൾ ഓക്കെ, അപ്പൊ രമ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ രമ്യ നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങള്
എന്താ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല, വേറെ കാര്യം. ഓക്കെ, എന്തായാലും ഷീസ് എ ഗുഡ് ഫ്രണ്ട്, നല്ല അടിപൊളിയാണ്. എപ്പോഴും വൈബ് മാത്രമേ ഉള്ളൂ രമ്യയുടെ ചുറ്റിലും. പിന്നെ ഡാൻസ്, അതാണ് ഫുൾ ടൈം ഡാൻസ്. ഞങ്ങൾ പോയിട്ട് ഇതുപോലെ പാർട്ടീസൊക്കെ നിങ്ങൾ ഇറക്കി വെക്ക്, ഇപ്പം ഭയങ്കര കുറവാണ്. സാമ്പത്തികമാണ് അതായിരിക്കും തോന്നുന്നു. നിങ്ങൾ പാർട്ടീസൊക്കെ ഞാൻ വരും, നോ പ്രോബ്ലം. നമുക്ക് ഡെഫിനറ്റ്ലി ഗെറ്റ് ടുഗദർ ചെയ്യാം. നീ വരണം, നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാം. ഈ വൈബ് ഇങ്ങനെ തന്നെ വെക്കുക. എന്റെ വീഡിയോസ് ഇങ്ങനെ തന്നെ വരട്ടെ, വലിയൊരു യൂട്യൂബറായി മാറട്ടെ. ഇല്ല, അതൊക്കെ മാറും. ഇപ്പറേ ഓട്ടോഗ്രാഫ് ഒന്ന് വെച്ചേരെ. സോ ദാറ്റ് ആ സമയത്ത് അത് നോക്കാം. ഓക്കെ ഗൈസ്, സോ ഗൈസ്, ദിസ് ഈസ് സൗമ്യ. സൗമ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗമ്യയുടെ മോനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറയേണ്ടത്. ജോണും പ്രാണും നല്ല ഫ്രണ്ട്സാണ്. ജോണിനെയും പ്രാണിനെയും കാണാൻ പോലും ഏകദേശം എവിടൊക്കെയോ ഒരുപോലാണ് രണ്ടാളും ഇരിക്കുന്നത്. സോ അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ്. ഞങ്ങളും കുഴപ്പമില്ലാത്ത ബോണ്ടാണ്. പാർട്ടീസിലും കാര്യത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇടയ്ക്ക് താഴെ സൗമ്യ വരുന്നത് കുറവാണ്, ഞാനും അതിലും കുറവാണ്. പക്ഷെ വരുന്ന സമയത്തൊക്കെ കൂടുതൽ ബന്ധം. എന്നാലും ഞങ്ങള് നല്ല വൈബാണ്. സോ സൗമ്യ, എന്ത് തോന്നുന്നു ഞങ്ങൾ പോന്നേന്ന് പറയൂ. എന്താണ് കുറേ നാള് നമ്മൾ കണ്ട് പരിചയപ്പെട്ട് എല്ലാ വർത്താനൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരാൾ പോവാൻ. ഞാൻ ഇവിടെ അടുത്താണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, എനിക്ക് ഇങ്ങോട്ട് വരാം. ഇപ്പം പാർട്ടീസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് നമ്മൾ കൂടുതലും താഴെ. പിന്നെ ഭയങ്കര ചൂടാ, ഒരുപാട് പുതിയ ആൾക്കാർ വന്നു. പണ്ടത്തെ പോലെ എപ്പോഴും മീറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം ഓരോ പാർട്ടീസിലും പുതിയ ആൾക്കാരാണ് വരുന്നത്. സോ ഇല്ല, നമുക്ക് ഇടയ്ക്ക് കാണാം. ഓക്കെ, സോ ഇതാണ് സ്മിത. പുറത്ത് നല്ല ചൂടായതുകൊണ്ടാണ് നമ്മൾ അകത്ത് വന്നത്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കളറാണ്. ഓക്കെ, സ്മിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോംപ്ലക്സിൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ സ്മിതയുടെ ആക്ച്വലി പരിചയപ്പെടുന്നത് സ്മിതയുടെ മക്കൾ വഴിയാണ് പരിചയപ്പെടുന്നത്. കാരണം നമ്മളിവിടെ വന്ന സമയത്ത് സ്മിതയുടെ മക്കളും എൻ്റെ പിള്ളേരും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ആയത്. അതിനുശേഷം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. എൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും സ്മിതയ്ക്ക് അറിയാം. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഡാഡി മരിച്ച സമയത്താണെങ്കിലും സ്മിത ഓടി വന്നു. ആ ഒരു ടൈമിൽ, അതും സ്കൂളിൽ പോകുന്ന ടൈമിലായിരുന്നു. അപ്പം ആദ്യം അവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് പോയത്. സോ നല്ല ഒരു സിസ്റ്റർ ഒരു ഫീലാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇടയ്ക്ക് കാണുകയില്ല, കുറേ ദിവസം വിടത്തില്ല. പിന്നെ പാർട്ടീസിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും. ഞങ്ങൾ ഡിസൈഡ് ചെയ്യും എപ്പോഴാണ് പോകുന്നത്, ഇറങ്ങിയോ ഇല്ലയോ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഈ കോംപ്ലക്സിലേക്ക് തോന്നുന്നു കൂടുതലും ഞാൻ സ്മിത പിന്നെ വേറെ 2 പേര് ഇവരായിട്ടാണ് കൂടുതലും ഒരു അടുപ്പമുള്ളത്. അതിലൊരാളാണ് സ്മിത. സോ എന്താണ് സ്മിതയ്ക്ക് ഇപ്പം പറയാനുള്ളത്? ഞാൻ ആക്ച്വലി സ്മിതയ്ക്ക് അറിയാം ഞാൻ എന്തിനാണ് ഇപ്പം ഇവിടെ നിന്ന് മാറുന്നതെന്നുള്ളത്. ബാക്കി കുറേ പേർക്കും അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് അവർ ഗ്രൂപ്പിൽ കണ്ടപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, എന്താ പെട്ടെന്ന് മാറുന്നത്. പക്ഷെ അത് സ്മിതയ്ക്ക് അറിയാം, വേറെ 2 പേർക്കും കൂടി അറിയാം എന്താണെന്നുള്ളത്. സോ എന്ത് തോന്നുന്നു സ്മിത? എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ഇമോഷനാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഫ്രണ്ട്സിനാണ് വേണ്ടത്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇയാൾ അതിൽ അങ്ങനെ ഒരു ഫ്രണ്ടാണ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഞങ്ങൾ കുറേ ദിവസം മിണ്ടില്ല, കുറേ ദിവസം നൽകാം. പക്ഷെ എവിടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എവിടെ എന്ത് വിഷയം എവിടെയാണോ വെച്ച് നിർത്തി അവിടെ നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രീക്വൻസി മാച്ച് ആയിരുന്നു. പിന്നെ എന്തും പറയാൻ വിളിച്ചോട് ഞാൻ പറയുന്നത് തെറ്റാൻ നീ ചിന്തിക്കുന്നത് ശരിയല്ല കേട്ടോ, ഇത് അങ്ങനെ ഒരു ഇതല്ല, അങ്ങനെ ഒരു ഇതിൽ അതെ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. തെറ്റാണെങ്കിലും ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണ് വിഷയമായാലും എന്തായാലും നമ്മൾ പറയും. എനിക്ക് അങ്ങനെ തോന്നി. ഗോസി പഠിക്കുവാണെങ്കിൽ പക്ഷെ എന്താ വെച്ചാൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോവാണ്. ഈ പറഞ്ഞ പോലെ എന്നും കണ്ടിട്ടല്ല, പക്ഷെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആളെ താഴെ കാണും. അപ്പോൾ അങ്ങനെ ഒരു അത് കാണാണ്ടിരിക്കണേന്റെ ഒരു വിഷമമുണ്ട്. ഈ വോട്ടിംഗ് എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് മനസ്സിലുണ്ടല്ലോ ആളിവിടെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് കാണണം തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വരും. അത് ചില ദിവസം പറയുമ്പോൾ ആ താഴെ ഈ സമയത്ത് നമുക്ക് സംസാരിക്കാം. അത് ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എനിക്ക് കാണണം തോന്നുമ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ ഇങ്ങോട്ട് നടക്കണം, അതായത് ഇവർ അങ്ങോട്ട് നടക്കണം. അങ്ങനെ അതാ പറയാൻ പറ്റില്ല, ഒരു മിക്സ്ഡ് ഇമോഷനാണ്. പിന്നെ ഈ കാണുന്ന പോലെ ആവശ്യം അനുസരിച്ച് നമ്മൾ മാറണം.
അതായത് ഷീ നോസ് ഞാൻ എന്തിനാണ് ഇപ്പം ഇവിടെ നിന്ന് മാറുന്നത് എന്നുള്ളത് സ്മിതയ്ക്ക് നന്നായിട്ട് അറിയാം. എനിവേ വിൽ മിസ് യു എന്തായാലും. യാ മിസ് ഡെഫിനറ്റ്ലി. അപ്പോൾ സാരില്ല, നമുക്ക് കാണാം. അതെ, അതെന്തായാലും കാണാം. ഇപ്പോഴത്തെ ഈ ഇതിലൊക്കെ വീഡിയോ കോള് ചാറ്റിങ് അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ഫീൽ ആയിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കാണണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയാൽ മതി. ആ ഒരു ഗ്യാപ്പ് വരുന്നുള്ളൂ, ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ്. അതെ. പിന്നെ എന്തെങ്കിലും ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ വരും. അന്നേരവും ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഇറങ്ങിയോ? ഇറങ്ങിയോ? ഞാൻ ഇപ്പൊ ഇറങ്ങും. അതെ, ഏത് ഡ്രസ് ഇടണേ, സാരിയാണോ ഡ്രസ്സാണോ എന്ത് ഇടണം അങ്ങനെയൊക്കെ ഇതായിരുന്നു. Okay guys, bye. So guys, this is Vrindadi. Hello. Vrindadi, what I have to tell about you is like, she is the favorite person in this complex for me, personally for me. Actually, I like her a lot. A lot means a lot. She knows actually why I'm shifting from here, what is my present situations I'm going through. Everything she knows. And she's a very nice, kind person, sweet person. Whatever she says, it is from her heart, whatever. And she is... No, I'm not just telling this simply but I'm telling it from my heart. Whatever she says, whatever she messages, whatever she does, it is from her heart only. That we can feel the way how she is telling, we can know if it is coming from her heart. So definitely I will miss her. Definitely, because recently only when I was in a very broken stage, I called her. Immediately she came down. So the hug which I got from her, that is priceless, because I wanted a hug at that time actually. So when I got that from her, I was like something was melting from my heart. So those things and all, actually we know each other. We used to talk hi bye on the parties, everything. We used to take photos, selfies, everything was there. But last year on 2023 December, when I was in India, that time only the bond came so close. Because why did I call? I don't know, for some oil or something, to ask something about Hibiscus oil. Yeah, oil. So that time we discussed something, so I told about my father's health condition and all. So she understood that, because she was also going through that stage when she was very young. So she understood my feelings, she understood the struggles that I was having. So after that we became so close. She used to ask in between, what is my condition, what is my father's condition, what most of the days she used to chat with me. She used to ask me, she used to care what and all. And after my father's funeral also, when I came back, she called me, she asked me. So she knows everything about me, each and everything she knows about me. Other than everyone, she is the only person who knows me so closely. So definitely, yes, I will miss you so much. I miss you. That's nice. So what is there you have to tell? I know Richi very well. I just wish her all the luck and all the happiness in her new abode. And definitely things are going to change. Be positive, have faith in God. There are some testing times in life. I've also gone through a lot of testing times, but I've always come victorious. So I wish you also a great victory, happy moments, and just have faith in God. Just have faith in the testing times. It's a phase, it will soon pass. So sometimes God has planned some things for us, and He wants us to take us through difficult times, but He will put an end to those difficult times soon. So it will be all well and all fine, and one day you will call and tell me that everything is fine again. I'm happy, I'm contented. I'm just waiting for that day. Literally, I'm just waiting for that day for you to call me. And I'm praying from the bottom of my heart
to wish you all the health, good luck, happiness, success. May your children flourish, may your husband flourish in his career, and may you flourish as a great human being. So all the best, Rishi. God bless you, and be in touch. I will definitely be in touch. If You I also- didn't contact her, she will contact me definitely. Today morning also, she called me. That time also I told some problems was going on, so I told her this and that. She is there, whatever, if I'm going through any struggle situation, she is there for me. I know that, I can feel that presence also. So I will also miss you a lot. Normally if I wanted to see you, I'll call Dee, please come down. She'll come down, I'll also come down. But now if I change from here, if I tell Dee come down, I should walk from there till here. You are most welcome to our beautiful complex anytime. Anytime you need me, give me a call. If you're coming to the complex also, give me a call. I'll be there for you. I know, I trust you. And there's a small gift for you. Thank Hope you you. like it. Hey guys. Wow. Guys, she only made it this. She is a very good, talented person, I have to say. Not only this, so much of talents she is having. So much of talents. How many languages you know? You know, around 11 languages. I speak 6 fluently out of the 11. You know Malayalam? I can speak to some. So say something in Malayalam about me. Richie, nalla kuttiyanu. Thank you, Dee. Thank you so much. Once again, wishing you all the best, and don't worry, things will fall into place. There are some testing times, they will be through, and you'll be happy, and you will call me and tell that everything is fine. Now I'm back to my old Richie that I was. I will definitely, you will be the first person to know, so that is for sure. Okay, guys. Okay, bye. Kinakana. So, guys, this is Monica. So, Monica and me, we are good friends. Her daughter and my daughter is also very good friends. So, Monica, what do you like to say that we are moving from here? So, how do you feel? Actually, I was planning some get together for my daughter, and suddenly I came to know that you put the message in the group, and I came to know that you are moving. Actually, me and Richie, don't talk too much, but whenever there is a get together, I Yeah. used to see you. I used to Ria. I had talked with Ria also. So yes, my daughter Veronica will definitely miss Ria. And also Richie, for a get together, I think you will be joining us. You know? For sure. And yes, no worries. Good luck for your future. May your new house brings a lot of happiness and blessings for you guys. Thank you. Yeah, my Ria and Veronica will be friends forever for Yeah. sure until unless we are in UAE. Yes. Even after that. Yes, so Ria, actually Ria is famous here. More than me, She's yeah. she is very extrovert. She's she's very mature of her age. I would definitely say. Yes. So, she's very good. Yeah, because of her only most of the parents, I used to No. keep in touch with them and came to know also. So yeah, it's okay. I'm just going nearby only, not too far. Yeah, I came to know from Ramya that Yeah. you are Just 10-15 walks only. So I'll be here for the get together, everything. Yeah. Okay guys, thank you. Okay. Thank you, Richie. So guys, this is Neha. Hello. So what I should say about Neha? Neha, we know each other. We used to smile, we used to take photos, everything. Correct. But last year full, we used to see every morning because Neha's son and my daughter, they are going in the same school, but different divisions. So we used to meet at the bus stop. Yeah, and we used to talk. Like that, we know each other for the past 1 year. Now she's in a different shift, so I don't know this guy. Okay, so Neha, what do you think? Like, we are moving from here. Yes, it was a sudden news, for me it was a bit like shocking because suddenly you told me that you are moving from this and I was used to see you at the bus stop now, so I was like, oh, I will miss that. And moreover, what I feel about you is, Rich, you are a very determined person. You're very full of, your determination is what I look forward to, because you said that yes, I will lose my weight, and you are on that the process, the whole journey I have been seeing, and it's such a wonderful process. Or maybe if anything, the mental pressure or so many turmoils you have been going through,
but you managed it so well. Proud of you. Thank you. Actually, Neha's husband, they both actually husband especially, I have to say, he helped us in so many ways. You all are such a good. No, I I am know that you he, attract that energy. Richard. This is the reason. very nice person, I have to say. He's a nice person, and you also very nice. And these are her kids, Porvik and one small one. See, the naughty one. Hello. Say hello. Say hello, Shivek. Shivek, say hi. Here, look here. So yeah, Neha. We all will miss Ria for sure. The way she plays with Shivik, I will miss She that. likes Shivek very Yes, much. the moment Shivik comes out of the building and she runs, Shivik! So I will miss that, too much. But But yeah. anyway, Shwes, it's not the end. You are here nearby only. Please do come visit us. Yes, definitely. Tell our regards to your husband also. Okay. So that's it, guys. Thank you. Bye-bye. Bye. So guys, this is Deepa Di. Saying about Deepa, Di is like, she's very close to my daughter. More than me, she's very close to my daughter. We used to meet in the parties, we used to take photos, we used to chat. Like that contact we are having. So what you have to say about me? We are leaving from here. I will really miss you and Ria more because Yes. I see her every day down. And of course, I always follow your videos, so you will always be in touch with me. So it's hard to say goodbye, but still, I wish you all the best, a very happy and comfortable stay at your new place. God bless all of you dear. Thank your family you. and your family members. Thank you. And Thank there you. is always a new place, a new happiness, everything is there. So don't feel bad you're going to a new place. A change is always good. Yes. Thank you. Thank you so much. So guys, this is Moiza. So the first thing I have to say about Moiza is she is the only person who introduced me to this Khalifa group. Only because of her I came to this group, and now it's time for me to go from the complex, but I'll be there in the We will group. be in touch. We will be in touch. So you are not going away from us. We will be in touch. Actually, her son Irfan and Moiz. I think most of the people know Irfan and Moiz from my videos. They both, and my son Pran. They are friends. Yeah. Not only them, John, Nigel, these boys, they will plan big plans. They will go out, they will chill, they will come according to their time. Yeah. They really had a good They time. are going to miss like Miss, yes. all the kids. Pranas. Moiz, John, Nigel, all the kids they are going to miss Fran. Goodbye is always tough. You are one of the sweetest friends. She's so cute. See, guys. The beautiful smile. She's so cute. She's so sweet. What else I have to say? Yeah, I'll miss everyone. I will miss you. I will miss kids. I will miss Ria. Whenever she comes down, she meets me. No, always she will wish with a beautiful smile. Hello, auntie. So I will miss that. I will miss Pran also. Always your kids they used to wish hi, hello. Whenever they will meet. And you know, when I came to know Richie that you are going, I felt really bad. You know. I cannot express, but I felt really bad. Like I'm feeling now the same. So I wish you all the happiness, good luck, all the good things to happen in your life. I'm praying for you and your family. Okay, so keep Thank in you. touch. Yeah, We will sure. miss you. I'll come in Yes, between. yes. I will definitely come. She's the very sweetest and loving friend. Same. See her. She's so cute. She's so sweet. So we will keep meeting. Yes, Don't worry. definitely. Okay, you have to come to the complex, and of course during our parties we are Yeah. meeting. So whenever there are parties, you have to come. Yeah, definitely. I'll be the first person to join. Yes, yes. Okay, guys. So thank you, Moiza. Thank you so much. Thanks to you. സോ ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി. ആസ് ഐ ടോൾഡ് എല്ലാവർക്കും വരാൻ പറ്റിയില്ല കാരണം കുറേ പേര് വർക്കിംഗ് ആണ്.
പിന്നെ വരാൻ പറ്റുന്നവർക്കൊക്കെ വന്നു. ഞാൻ കൂടുതലും മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്, ബട്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി ദൂരം അല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് വീക്കെൻഡൊക്കെ ആകുമ്പം വരാം. ഓക്കെ, സോ അതിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. സോ ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഫ്രം മൈ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, പുതിയ വീട്ടിലേക്ക് നമുക്ക് യൂസ് ആക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു. സോ ഐ ഹോപ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നൊന്നുമില്ല, വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഐ വിൽ മിസ് എവ്രിബഡി ആൻഡ് ഐ ലവ് എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ലവ് യു ഓൾ. ഓക്കെ, ലവ് യു എവ്രി വൺ. അപ്പോൾ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനിയും അടുത്ത നമ്മുടെ ഷിഫ്റ്റിംഗ് ഡേ കാണാം. ഓക്കെ, ബൈ.